ശബരിമലയിലെ കിലോ കണക്കിന് സ്വർണം കവർച്ച നടത്തിയ കേസിൽ സിബിഐ അന്വേഷണത്തിന് മുറവിളി ഉയരവേ പന്ത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കോർട്ടിലാണ്. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുകയാണ്. സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം നടത്തേണ്ടതുള്ളതിനാൽ തന്നെ സിബിഐ വേണമെന്നാണ് ഹർജിയിലെ വാദം. ഇതോടെ കേസ് സിബിഐ അന്വേഷിക്കേണ്ടതാണ് എന്ന് സിബിഐക്കും കേന്ദ്രത്തിനും ഹൈക്കോടതിയെ അറിയിക്കാനാകും. സിബിഐ അന്വേഷണം വേണ്ട എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കാണാതായതിനെക്കുറിച്ച് സിബിഐ അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ തള്ളിക്കളഞ്ഞു. സിബിഐ അന്വേഷിക്കണമെന്ന ആവശ്യത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കും. ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല. ഗൗരവമേറിയ അന്വേഷണം വേണമെന്ന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും അഭിപ്രായം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ആര് തെറ്റ് ചെയ്താലും മുഖം നോക്കാതെ നടപടിയെടുക്കും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം കൃത്യമായി നടക്കും. ആരൊക്കെ വിലങ്ങണിഞ്ഞോ അല്ലാതെയോ ജയിലിലേക്ക് പോകുമെന്ന് നോക്കാമെന്നും അന്വേഷണം നടക്കുന്നതിനാൽ തന്നെ ഇപ്പോൾ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ ഒരു ആശങ്കയും വേണ്ടാമെന്നുമാണ് സർക്കാരിന്റെ നിലപാട്. അന്വേഷണം കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പറയാമെന്നുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ സിബിഐ അന്വേഷണത്തിന് നിരവധി അനുകൂല സാഹചര്യങ്ങളുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിന് ക്രൈംബ്രാഞ്ചിന് പരിമിതികളുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ സിഐമാരായ അനീഷ്, ബിജു രാധാകൃഷ്ണൻ എന്നിവരെ ഉൾപ്പെടുത്തിയതിനെ ഹർജിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. സ്വർണ്ണപ്പാളികൾ നഷ്ടമായ സമയത്ത് ഇരുവരും ദേവസ്വം വിജിലൻസ് ഓഫീസർമാരായിരുന്നു എന്നതിന്റെ പേരിലാണിത്. ഇവരെ ഉൾപ്പെടുത്തിയുള്ള അന്വേഷണം അതിന്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ ബാധിച്ചേക്കാമെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ഹർജി നവംബർ 6-ന് വീണ്ടും പരിഗണിക്കുമ്പോൾ സിബിഐ നിലപാട് അറിയിച്ചേക്കും. അങ്ങനെയെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം സിബിഐക്ക് വിടാനാണ് സാധ്യത. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുടെ മുഴുവൻ വസ്തുതകളും കുറ്റക്കാരെയും കണ്ടെത്താനായി സിബിഐ അന്വേഷണം നടത്തണമെന്നാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ആവശ്യം. സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത് വഴി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കൊണ്ടുപോയിട്ടുണ്ടെന്ന് തെളിഞ്ഞ സാഹചര്യത്തിലാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹർജിയിലുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടം കേസിൽ ഉണ്ടെങ്കിൽ പോലും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്കാരാണ് കേസിൽ പ്രതികളായ ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നതിനാൽ തന്നെ അന്വേഷണ സംഘത്തിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടാകും. ഈ സാഹചര്യത്തിൽ സിബിഐ പോലുള്ള കേന്ദ്ര ഏജൻസി കേസ് അന്വേഷിക്കണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. കേരളത്തിലെ 5 ദേവസ്വങ്ങളുടെയും കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ സ്വർണം ഉൾപ്പെടെ വിലപിടിച്ച ഒട്ടേറെ വസ്തുക്കളുണ്ട്. ഇവയുടെ കണക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ സിഎജിയുടെ മേൽനോട്ടത്തിൽ ഓഡിറ്റിംഗ് ആവശ്യമാണെന്നും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്.